പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര ഡള്ളായിരുന്നു ഞാൻ. കാരണം പുതിയ മിനിസ്ട്രി ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ മന്ത്രിമാരായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാവരും മന്ത്രിമാരായിട്ടില്ല. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാക്കലല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതും UDFിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതും എനിക്കറിയാനിട്ടല്ല. പക്ഷെ എന്നാൽ തന്നെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ആ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു വലിയ വിഷമം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു തലയ്ക്കും തുടങ്ങുക. അപ്പം കാസർഗോഡ് നിന്ന് അസഫ് മന്ത്രിയാവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അസഫ് മന്ത്രി ആയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രയാസമില്ല. അസഫ് ഷിരൂര് അർജുൻ പോയ സമയത്ത് അസഫ് എടുത്തിട്ടുള്ള എഫേർട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. പക്ഷേ അസഫിന് പകരം റീപ്ലേസ് ചെയ്യപ്പെട്ടത് നമ്മളെ PK ബഷീറാണ്, സീതിയാജിയുടെ മകൻ. അപ്പോൾ ഈ ബഷീർക്ക മന്ത്രി ആയതിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എന്ന് വെച്ചാൽ ബഷീർക്ക മന്ത്രി ആയി കഴിഞ്ഞാൽ അധികം വർത്താനം പറയാൻ പറ്റില്ല. ബഷീർക്കൻ്റെ പ്രസംഗങ്ങളൊക്കെ ഞാൻ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാണ്. കാരണം ഭയങ്കര ഏറ്റവും സർക്കാസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. സീതാജിൻ്റെ മകനാണ്, മത്തം കുച്ചിട്ടാൽ കുമ്പളുണ്ടാവില്ല എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ മൂപ്പര് ഭയങ്കര രസകരമായി നിയമസഭയ്ക്കകത്ത് സംസാരിക്കുന്ന ഒരാളാണ്. പോയിന്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഭംഗിയായിട്ട് കാര്യങ്ങൾ ആരെയും വെറുപ്പിക്കാതെ നമ്മൾക്കൊക്കെ കേട്ടിരിക്കാൻ തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നു കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ നിന്ന് സിദ്ദിഖ് വന്നിട്ടുണ്ട്, മന്ത്രിയായിട്ട് വന്നിട്ടുണ്ട്. സിദ്ദിഖ് മന്ത്രിയാവാൻ യോഗ്യനാണ്. കാരണം ഒരു കാലത്ത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ആളാണ്. സിദ്ദിഖിനെ പോലുള്ള ആൾ മന്ത്രി ആവേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്തിനെ മന്ത്രിയാക്കാമായിരുന്നു. എന്താന്നേ 5-6 മുസ്ലിങ്ങൾ മന്ത്രിമാരായി നിർത്തിയിട്ട് എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലാവില്ല. മുസ്ലിങ്ങളുടെ എണ്ണം അങ്ങനെ നോക്കും മന്ത്രിസഭയിൽ. മുസ്ലിങ്ങളുടെ എണ്ണം അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും മുസ്ലിങ്ങളുടെ എണ്ണം കുറയ്ക്കണം എന്നുള്ള എന്തിനാണ് ഇത് അതിൻ്റെ ആവശ്യമുള്ളത്? എനിക്ക് മനസ്സിലാവണില്ല. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് കാരണം ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ വേർതിരിവില്ലാതെ കഴിവുള്ളവരെ അതാത് സ്ഥലത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നേരെ മലപ്പുറം ജില്ലയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ മന്ത്രിമാരാണ്. KM ഷാജി മന്ത്രിയാണ്, ഒക്കെയാണ്. നേരെ പാലക്കാട് ജില്ലയ്ക്ക് പോകും. പാലക്കാട് ജില്ലയ്ക്ക് പോകുമ്പോൾ ഷംസുദ്ദീൻ ലീഗിൻ്റെ മന്ത്രിയാണ് അവിടെ. അതോടൊപ്പം തുളസി മന്ത്രിയാണ്. തുളസി മന്ത്രിയാവും എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ്, ഞാൻ പ്രവചിച്ചതാണത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും VK ശ്രീകണ്ഠനും തമ്മിൽ മീറ്റിംഗ് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു തുളസി മന്ത്രിയാണ് എന്നുള്ളത്. പക്ഷെ നെന്മാറ കോളേജിൽ നിന്നുള്ള ഒരൊറ്റ അധ്യാപകർ, ഒരൊറ്റ വിദ്യാർത്ഥികൾ തുളസിക്ക് വേണ്ടി പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിനകത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിനകത്തുള്ള നമ്മുടെ സഹപ്രവർത്തക അല്ലെങ്കിൽ നമ്മുടെ അധ്യാപിക സ്ഥാനാർത്ഥിയാകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ക്യാമ്പസ് ഇളകി ഒന്നായിട്ട് പോകും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ KSക്കാർ മുഴുവൻ പോകും. KPCTO എന്തോ ഇവരുടെ സംഘടനയുടെ പേര് എനിക്കറിയില്ല. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ AKPCT എന്നാണ് CPM അനുകൂല സംഘടനയുടെ പേര്. ഇവർ ഒന്നായിട്ട് പോകും. SFIക്കാർ ഒന്നായിട്ട് പോകും. ലീഗിൻ്റെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ MSFകാർ ഒന്നായിട്ട് പോകും. അവരുടെ അധ്യാപക സംഘടനയിൽപ്പെട്ട ആൾക്കാർ പോകും. അങ്ങനെ ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ക്യാമ്പസിൽ വെറുക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്നുള്ളതിൻ്റെ മറ്റ് തെളിവുകളൊന്നും വേണ്ടല്ലോ. ഇവിടെ ഇത്രയും ദിവസം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണം മാറിക്കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കി കളയും. ഭരണം മാറിയിട്ടാണോ ഇപ്പോൾ പറയുന്നത്? ഭരണം മാറി പുതിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം എത്തിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ധൈര്യം ഉണ്ട് എന്നുള്ളത് കണക്കൂട്ടിക്കോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബർലാമിനെ അവിടുന്ന് മന്ത്രിയാക്കിയിട്ടില്ല. ബർലാം 2011-ലും 2016-ലും നിയമസഭയ്ക്ക് മത്സരിച്ച് വിജയിച്ച ആളാണ്. രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായിട്ട് വന്ന 2021-ല് MP രാജേഷിനോട് തോറ്റു. പക്ഷെ ആ തോപ്പിച്ച MP രാജേഷിനെ തോപ്പിച്ചിട്ട് അദ്ദേഹം ഈ പ്രാവശ്യം വീണ്ടും നിയമസഭാംഗമായി. 3ാമത്തെ ടേമാണ്. ബർലാമിനെ മന്ത്രിയാക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തൃശ്ശൂർ ജില്ലയ്ക്ക് വന്നു കഴിഞ്ഞാൽ സനീഷ് ജോസഫ് ചാലക്കുടിയിൽ നിന്ന് 2ാമത്തെ ടൈമാണ്. സനീഷ് ജോസഫിനെ കൊണ്ടുവരാതെ പുതുമുഖമായിട്ടുള്ള OA ജനീഷിനെ കൊണ്ടുവന്നു. അതൊന്നും നമ്മൾ പ്രഖ്യാപിച്ചതാണ്, നമ്മൾ മുൻകൂട്ടി പ്രവചിച്ചതാണ്. കാരണം അങ്ങനെയുള്ള ഡീൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്.
ഇതിനകത്തൊക്കെ വി ഡി സതീഷിൻ്റെ ഭാഗത്ത് ഒരുപാട് കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. വി ഡി സതീഷിൻ്റെ സ്ഥാനത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുക, എനിക്ക് മുഖ്യമന്ത്രിയാവണ്ട, പക്ഷേ ഇന്ന ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ വാശി പിടിക്കും. ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾക്കാരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള വാശി പിടിക്കും. അത് പിന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അവിടെ കെ സി വേണുഗോപാൽ പിന്നെ വളരെ കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്തു. പുള്ളിക്ക് കൊണ്ടുവരേണ്ട ആൾക്കാരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സനീഷ് ജോസഫ് അവിടെ നിന്ന് വന്നില്ല, ജനീഷ് വന്നു. അത് കഴിഞ്ഞാൽ മാത്യു കുഴൽനാടൻ മന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചാണ്, വന്നില്ല. പകരം റോജി എം ജോൺ വന്നു. അഡ്വക്കേറ്റ് പിന്നെ ബി എം അബ്ദുൾ, പിന്നെ നമ്മളെ വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ, അത് പിന്നെ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള ഏറ്റവും മാന്യമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. മുസ്ലിം ലീഗ് എല്ലാ മന്ത്രിമാരെയും മലപ്പുറത്തുനിന്ന് കൊണ്ടുവരാതെ ഷംസുദ്ദീനെ ഇവിടുന്ന് കൊണ്ടിരുന്നു, പിന്നെ ബി എം അബ്ദുൾ ഗഫൂറിനെ എറണാകുളത്ത് നിന്ന് കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ ജില്ലയ്ക്കായിട്ട് വീതിച്ചു കൊടുത്തു. അല്ലാതെ വെറും മലപ്പുറം പാർട്ടി എന്നുള്ള പേരിലേക്ക് അവർ നിന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ അപ്പു പിന്നെ വന്നിട്ടുണ്ട്, പി ജെ ജോസഫിൻ്റെ മകൻ അപ്പു ഒരു കീ പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. മോൻസ് ജോസഫ് മന്ത്രിയാണ്, അതിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലത്തേക്ക് എത്തിക്കഴിഞ്ഞാലോ ബിന്ദു കൃഷ്ണയെ മന്ത്രിയാക്കി. ബിന്ദു കൃഷ്ണയെക്കാളും തുളസിയെക്കാളും എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു വനിതാ നേതാവാണ് ഷാനിമോൾ ഉസ്മാൻ. ഇന്ന് തിരുവനന്തപുരത്തെ പിന്നെ വാമനപുരത്തെ രമണി പി നായർ കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനകത്തെ വനിതകൾക്കകത്തെ ഏറ്റവും 2ാം നമ്പറായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള നിൽക്കുന്ന ഒരാളാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല, വേറെന്തോ സാധനം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡെപ്യൂട്ടി സ്പീക്കറോ എന്തോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിന്ദു കൃഷ്ണ അവിടെ കൊണ്ടുവന്നു. അതിനകത്തും ഗ്രൂപ്പിസ് ഉണ്ടായിരുന്നു. എന്നാൽ സി ആർ മഹേഷിനെ മന്ത്രിയാക്കിയിട്ടില്ല. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ അവിടെ കേന്ദ്രീകരിച്ച് നിന്നിട്ട് അവിടെ 2016 തോറ്റു, 2021 അവിടെ നിന്ന് കേന്ദ്രീകരിച്ച് നിന്നിട്ട് മത്സരിച്ച് വിജയിച്ച ഒരാളാണ് പിന്നെ സി ആർ മഹേഷ്. ഇത്തവണ ആ മണ്ഡലം നിലനിർത്തിയിട്ടുണ്ട്. സി ആർ മഹേഷിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല. അടുത്ത കോട്ടയം ജില്ലയ്ക്ക് എടുത്ത് നോക്കുക, ചാണ്ടി ഉമ്മൻ. നിങ്ങൾ ആലോചിക്കൂ, ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയിട്ട് പിന്നെ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് ഈ നാറികൾ മുഴുവൻ പിന്നെ വോട്ട് വയ്ക്കാൻ നാട്ടിലേക്ക് ഇറങ്ങിയത്. ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം വിറ്റ് ജീവിച്ചവരാണ്. അങ്ങനെ ജീവിച്ച കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയുടെ മകനെ പിന്നെ മന്ത്രിസഭയിലേക്ക് എടുക്കണ്ടേ? ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് രാഷ്ട്രീയ നേതാവായ ഒരാളല്ലോ ചാണ്ടി ഉമ്മൻ, അത് മനസ്സിലാക്കണ്ടേ? അത് മാത്രമല്ല, ചാണ്ടി ഉമ്മൻ കുടുംബത്തിൽ നിന്ന് വേറൊരാൾ വരികയാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ചാണ്ടി മാത്രമല്ല, മറിയമാണെങ്കിലും അച്ചു ആണെങ്കിലും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ 3 മക്കളും എത്രയോ മനോഹരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ ചാണ്ടി ഉമ്മനെ ക്യാബിനറ്റിലേക്ക് എടുക്കണ്ടേ? അവിടെ പോയിട്ട് ശവകുടീരത്ത് പോയിട്ട് പുഷ്പാർച്ചന നടത്തിയിട്ട് അവിടെ പോയിട്ട് മുട്ടും കുത്തി ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ നാറികളെല്ലാം കൂടി വന്നിട്ട് പിന്നെ ചാണ്ടി ഉമ്മനെ വടിക്കാക്കുകയുണ്ട്. അത് മാത്രമല്ല, ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് പിന്നെ MLA ആയ ആളല്ല എന്നുള്ളത് തെളിയിച്ചു. 2023 ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള വേണമെങ്കിൽ പേരുണ്ടാവും. പക്ഷെ ഇത്തവണ 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇതിനൊക്കെ നിസ്സാരമായിട്ട് കാണും നിങ്ങൾ. ചാണ്ടി ഉമ്മനെ പിന്നെ കൊള്ളുന്നില്ല. പിന്നെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ എം ലിജുവിനെ, കായംകുളത്തുനിന്ന് മത്സരിച്ച് വിജയിച്ച എം ലിജുവിനെ മന്ത്രിസഭയിൽ എടുത്തിട്ട് നല്ല കാര്യമാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പിന്നെ കൊള്ളാവുന്ന ആരുമില്ല. പഴകുളം മധുവാണ് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. അവിടെ നിന്ന് പിന്നെ 5 മണ്ഡലത്തിൽ നിന്നും കൊള്ളാവുന്ന ആൾക്കാരില്ല, അതുകൊണ്ട് അത് വിട്ടുകളാണ്. തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞാലോ മുരളീധരൻ മന്ത്രിയായി. മുരളീധരൻ ഡിസോർഡിറ്റ്. കെ മുരളീധരൻ മന്ത്രി ആവേണ്ട ആളാണ്. കെ മുരളീധരൻ 2004 മന്ത്രിയായിരുന്നേ. അതിനു മുമ്പ് KPCC പ്രസിഡൻ്റായിരുന്നു. കേരളം കണ്ട എക്കാലത്തെ ഏറ്റവും മികച്ച KPCC പ്രസിഡൻ്റാണ്. 2004 അദ്ദേഹം ഒരു പിന്നെ അച്ഛൻ്റെ ആവേശത്തിൻ്റെ പുറത്ത് പുള്ളിയെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാക്കി. അങ്ങനെ വന്നിട്ട് വടക്കാഞ്ചേരിയിൽ വന്നിട്ട് വി ബലറാമിനെ രാജിവെപ്പിച്ച് അവിടെ നിന്ന് മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടു പോയി. പക്ഷേ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ തോൽവികളുടെ ഒരു യുഗം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വിജയങ്ങളുടെ ഒരു യുഗം ഉണ്ടായിരുന്നു. വടകരയിൽ MP ആയിട്ട് മത്സരിച്ച് ജയിച്ചു, തൃശ്ശൂർ MP ആയിട്ട് മത്സരിച്ച് തോറ്റു, പിന്നെ മറ്റേ കൊടുവള്ളിയിൽ മത്സരിച്ച് തോറ്റു, പിന്നെ വടക്കാഞ്ചേരിയിൽ തോറ്റു, അത് കഴിഞ്ഞ് വട്ടിയൂർക്കാവിൽ 2 തവണ ജയിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. കെ മുരളീധരൻ നിസ്സാരക്കാരനൊന്നുമല്ല. അപ്പോൾ കെ മുരളീധരൻ അങ്ങനെ മന്ത്രിയായി. വേണ്ട, ശബരി നിൽക്കാനേ പാടില്ലായിരുന്നു. ശബരി നേമത്തൊന്നും പോയിട്ട് നിൽക്കാനേ പാടില്ലായിരുന്നു. എനിക്കതിന് ഭയങ്കര വിയോജിപ്പുള്ള ആളാണ്. ശബരി അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നാൽ മതിയായിരുന്നു.
പിന്നെ വയസ്സുകാലത്ത് അമ്മയെ നോക്കി കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പിന്നെ കുഞ്ഞിനെ നോക്കിയിട്ട് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. 4-5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലി കളഞ്ഞിട്ട് വന്ന ആളാണ്. 3 ലക്ഷം രൂപ അങ്ങനെ എന്തോ. എനിക്ക് 5 ലക്ഷം രൂപ ശമ്പളം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഒരു രൂപത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 3 ലക്ഷം രൂപ കണ്ട് അന്ന് ശമ്പളം കിട്ടുന്ന കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ ജോലി രാജിവെച്ചിട്ട് വന്നിട്ടുള്ള ആളാണ് ശബരി. ശബരി ഒന്ന് നിൽക്കാൻ പാടില്ലായിരുന്നു ഒരു നിലയ്ക്കും. എന്തായിരുന്നാലും എനിക്ക് ഇതിനകത്തുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ, രമേശ് ചെന്നിത്തല സൈലൻ്റായി. രമേശ് ചെന്നിത്തല എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്താൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. VD സതീശൻ ചെയ്തത് വളരെ ജാഗ്രത കുറവാണ് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 വർഷത്തിനപ്പുറം VD സതീശന് മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ കഴിയില്ല. ക്യാബിനറ്റിനകത്ത് ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുമ്പം VD സതീശൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടി എതിർക്കും. ഒരൊറ്റ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല. അത് KC കൃത്യമായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കും. അപ്പോൾ അവിടെ KCയുടെ തന്ത്രപരമായിട്ടുള്ള സമീപനമായിരുന്നു VD സതീശൻ തീരുമാനിക്കേണ്ടിയിരുന്നത്. ഞാൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും കുഴപ്പമില്ല, കഴിവുള്ള ഒരൊറ്റ ആൾ മാറ്റി നിർത്തപ്പെടരുത് എന്ന തീരുമാനത്തിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. എന്തായിരുന്നാലും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇനിയുണ്ട് പറയാൻ. അതിനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് ഒത്തിരി പേടിയില്ല. ഭരണം മാറി, മുഖ്യമന്ത്രി മാറി, സർക്കാർ മാറി എന്നുള്ളത് കൊണ്ടൊക്കെ രാജൻ ജോസഫ് മൗനം പാലിക്കും എന്ന് ഏതെങ്കിലും ഒരുത്തൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവനോട് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.